നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വശത്ത് ഇറാനെ ആക്രമിച്ചു തീർക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനെ കാത്തിരിക്കുന്നത് നരകമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇന്ന് രാത്രി അതിശക്തമായ ആക്രമണം ഇറാനിലുണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അടിയന്തരമായി സമാധാന കരാറിലെത്തുക, അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും മാരകമായ ആക്രമണം. ഇറാനിലെ പാലങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളുമൊക്കെ ബോംബിങ്ങിൽ തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപ് അനുവദിച്ചിരിക്കുന്ന സമയപരിധി തീരാൻ ഇനിയും മണിക്കൂറുകൾ. എന്നാൽ അതിനു മുൻപ് തന്നെ ഇസ്രയേൽ തങ്ങളുടെ പണി തുടങ്ങി. ഇറാന്റെ പല ഭാഗങ്ങളിലും അതിശക്തമായ സ്ഫോടന ശബ്ദങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഭയാനക ആക്രമണങ്ങൾക്ക് മുന്നിൽ ഇറാൻ തരിച്ചു നിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ. ഇറാനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ലോകത്തിന് മനസ്സിലാകുന്നില്ല. അത്ര ശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേൽ തുടങ്ങിവെച്ചു. തിങ്കളാഴ്ച ഹൈഫയിൽ നടന്ന മാരകമായ ഇറാനിയൻ ബാലിസ്റ്റിക് ആക്രമണത്തിൽ 4 ഇസ്രയേലികളാണ് കൊല്ലപ്പെട്ടത്. ഒരേ കുടുംബത്തിൽപ്പെട്ട 4 പേർ, ഭർത്താവും ഭാര്യയും അവരുടെ 2 മക്കളും. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഇറാൻ തൊടുത്ത ഒരു ബാലിസ്റ്റിക് മിസൈൽ വടക്കൻ നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ പതിച്ചു. ഒടുവിൽ രാത്രി മുഴുവൻ നീണ്ടുനിന്ന അതിസങ്കീർണമായ തിരച്ചിലിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുത്തു. മിസൈൽ പതിച്ച് 18 മണിക്കൂറുകൾ വേണ്ടിവന്നു ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ. ഇതോടെ ഇറാനെ ആക്രമിച്ചു തീർക്കുമെന്ന് ഇസ്രയേൽ ശപഥം ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കാൻ നൽകിയിരിക്കുന്ന ഉത്തരവിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് അമേരിക്കൻ സൈനികർ. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണം മുന്നിൽ കണ്ട് ഇസ്രയേലിന് നേരെ തീവ്രമായ ആക്രമണങ്ങൾക്ക് ഇറാൻ ശ്രമിക്കുമോ എന്ന സംശയം തന്നെയാവാം ഇപ്പോഴുള്ള ഈ കടന്നാക്രമണത്തിന് പിന്നിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച താൽക്കാലിക വെടിനിർത്തൽ ഇറാൻ തള്ളിയതോടെയാണ് ഏറ്റവും മാരകമായ യുദ്ധഘട്ടത്തിലേക്ക് ഇപ്പോൾ പശ്ചിമേഷ്യ കടക്കുന്നത്. ഇറാന്റെ നിലപാടിൽ താൻ അസ്വസ്ഥനാണ്. അവർ വലിയ വില നൽകേണ്ടി വരും. അവരെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് ട്രംപ് പറഞ്ഞു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലുമൊക്കെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലും വലിയ സ്ഫോടനങ്ങൾ. പൂർണ്ണമായും ദിശ തെറ്റിയ ആക്രമണങ്ങൾ ഇപ്പോൾ ഇറാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇറാനിൽ നിന്ന് വന്ന മിസൈലുകൾ ഫലപ്രദമായി തടഞ്ഞുവെന്ന് സിറിയൻ സ്റ്റേറ്റ് TV പറയുന്നു. ഇറാനിൽ നിന്നും വന്ന 7 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾ ഉപരോധിച്ചുവെന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. സമാനമായ പ്രതികരണങ്ങൾ നമ്മൾ UAE അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും കാണുന്നു. അമേരിക്കൻ ആക്രമണത്തിന് മുൻപ് അമേരിക്കൻ സഖ്യരാജ്യങ്ങളെ കടന്നാക്രമിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. ഒരു മുഴം മുൻപേ, ട്രംപിൻ്റെ ഉത്തരവിന് മുൻപേ ഇസ്രയേൽ ഇറാനെ കടന്നാക്രമിച്ച് തീർക്കാനുള്ള തങ്ങളുടെ അന്തിമ യുദ്ധത്തിലേക്ക് കടന്നു. ഇറാനിലെ എല്ലാ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ബുധനാഴ്ച പുലർച്ചയോടെ തകർക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. വെറും 4 മണിക്കൂർ സമയം മാത്രമാണ് തങ്ങൾക്കതിന് വേണ്ടത്. ഒരു രാജ്യത്തെ തകർക്കാൻ 4 മണിക്കൂർ. ഹോർമുസ് കടലിടുക്ക് തുറന്ന് സമാധാന കരാറിൽ ഒപ്പിടാൻ ഇറാന് നൽകിയ 10 ദിവസ സമയമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അബുദാബിയിലും ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ. അവശിഷ്ടങ്ങൾ വീണ ഒരാൾക്ക് പരിക്കേറ്റു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിന് തെക്കുപടിഞ്ഞാറുള്ള നഗരത്തിൽ പുലർച്ചെയുണ്ടായ വ്യോമാക്രമണത്തിൽ ഒരു പാർപ്പിട സമുച്ചയം തകർന്നുവെന്നും 13 പേർ കൊല്ലപ്പെട്ടുവെന്നും ഇറാനിയൻ സ്റ്റേറ്റ് TV. ഇറാനെതിരെയുള്ള തങ്ങളുടെ ആക്രമണം കുറിക്കുന്നത് രാത്രി 8 മണിക്കെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ അതിനു മുൻപ് തന്നെ ഇസ്രയേൽ കടന്നാക്രമണം തുടങ്ങി. ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി ഇപ്പോഴും അബോധാവസ്ഥയിലാണെന്നും അദ്ദേഹം കോം നഗരത്തിൽ ഗുരുതരമായ മെഡിക്കൽ പ്രശ്നത്തിൽ ചികിത്സയിലാണെന്നും റിപ്പോർട്ടുകൾ. രാജ്യം ഭരിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ അനുവദിക്കില്ല. അതീവ ഗുരുതരാവസ്ഥയിലാണ് മൊജ്തബ ഖമനേയി. ഭരണകൂടത്തിന്റെ ഒരു തീരുമാനങ്ങളിലും അദ്ദേഹത്തിന് പങ്കാളിയാകാൻ കഴിയുന്നില്ല. പരമോന്നത നേതാവ് അലി ഖമനേയെ മാത്രമല്ല, ഭരണകൂടത്തിൻ്റെ ശിരസ്സാണ് ആദ്യം ഇസ്രയേൽ തകർത്തെറിഞ്ഞത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അമേരിക്കയിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ. US ഇസ്രയേൽ സംയുക്താക്രമണം തുടങ്ങി എന്നാണ് ഇറാൻ പറയുന്നത്. ആക്രമണത്തിൽ ടെഹ്റാൻ സിനഗോഗ് തകർന്നുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ. ഇറാനിൽ തങ്ങൾ വിപുലമായ ആക്രമണം നടത്തി എന്ന് IDF അവകാശപ്പെട്ടു. ടെഹ്റാനിലും ഇറാനിലെ മറ്റു പ്രദേശങ്ങളിലും ഇസ്രയേൽ വ്യോമസേന വിപുലമായ ആക്രമണങ്ങൾ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തി. ഇറാനിയൻ ഭരണകൂടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് IDF. മൊജ്തബ ഖമനേയി അബോധാവസ്ഥയിലെന്ന് ടൈംസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടു. ഇസ്രയേൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലുകൾ പുറത്തുവരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം: മുജ്തബ ഖമനേയി അബോധാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. 56-കാരനാണ് മുജ്തബ. യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ പിതാവ് അലി ഖമനേയും കുടുംബവും താമസിച്ചിരുന്ന കൊട്ടാരത്തിന് നേർക്കായിരുന്നു ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത സേന ആക്രമണം തൊടുത്തത്. ഈ ആക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. പിന്നീട് പരമോന്നത നേതാവായി അധികാരത്തിലെത്തിയെങ്കിലും ഒരു പൊതുവേദികളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ല. ഭരണകൂട ഇടപെടലുകളിൽ മുജ്തബയുടെ സാന്നിധ്യവുമില്ല. കൊല്ലപ്പെട്ട അലി ഖമനേയുടെ മൃതദേഹം നിലവിൽ ഖോമിലാണുള്ളത്. കുടുംബത്തിൽ ഭൂരിഭാഗം പേരെയും അടക്കം ചെയ്യാനുള്ള സൗകര്യത്തോടെ ഖോമിൽ വലിയ സ്മാരകം നിർമ്മിച്ചു വരികയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ് കുടുംബത്തിലെ മറ്റുള്ളവരുടെ സംസ്കാരം മാറ്റിവെച്ചിരിക്കുന്നത് എന്ന വാർത്തകൾ. എന്നാൽ മുജ്തബയുടെ ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ പോലും മാറ്റിവെക്കാനുള്ളതായ സാഹചര്യം. ഇറാനെ കടന്നാക്രമിച്ച് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളുമൊക്കെ സമ്പൂർണ്ണമായി തകർക്കും എന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് മുന്നിൽ ഇറാന്റെ മറുപടി വ്യത്യസ്തമാണ്. അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും തങ്ങൾ ആക്രമണങ്ങൾ തൊടുക്കും. എന്നാൽ ഇസ്രായേൽ ആക്രമണ തന്ത്രം എപ്പോഴും വ്യത്യസ്തമാണ്. ശത്രു തങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുവിൻ്റെ പോർക്കളം തീർക്കുകയാണ് എപ്പോഴും ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വടക്കൻ ഇസ്രയേലിന് നേർക്ക് മിസൈൽ തൊടുത്ത ഇറാനെ ചുട്ടരിക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു ഇസ്രയേൽ. മാരകമായ ആക്രമണങ്ങളിലേക്ക് കടന്നാൽ തങ്ങളുടെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് മാരകമായ ആയുധങ്ങൾ തയ്യാറാക്കി ഇറാൻ ഇസ്രയേലിന് നേർക്ക് ആക്രമണം തൊടുക്കുമോ എന്ന ഭയം തുടക്കം മുതൽ അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വൈമാനികനെ രക്ഷിക്കാനുള്ള കമാൻഡോ ഓപ്പറേഷന് പിന്നിൽ ഇത്തരം എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ. യുറേനിയം മോഷ്ടിക്കാനുള്ള തന്ത്രമാണ് അമേരിക്ക പയറ്റിയത് എന്ന് ഇറാൻ പറയുന്നു. അമേരിക്കൻ വൈമാനികനെ രക്ഷിക്കുന്നു എന്ന പേരിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം മോഷ്ടിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തിയെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയിരിക്കുന്നത്. യുഎസിന്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്നു. അമേരിക്കൻ വൈമാനികരുണ്ട് എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്തു നിന്നും വളരെ അകലെയാണ് യുഎസ് സേന ഇറങ്ങിയത് പോലും. ഒരു വൈമാനികനെ രക്ഷിക്കാൻ 100-ലധികം സൈനികരും നിരവധി സൈനിക ഹെലികോപ്റ്ററുകളും നിരവധി പോർജെറ്റുകളാണ് അമേരിക്ക ഇറാൻ വ്യോമമേഖലയിലേക്ക് അയച്ചത്. ഇറാൻ ഉദ്യോഗസ്ഥരുടെ സംശയം ശക്തമാണ്. സമ്പുഷ്ടീകരിച്ച് യുറേനിയം മോഷ്ടിക്കാനുള്ള അമേരിക്കയുടെ തന്ത്രപരമായ നീക്കമായിരുന്നോ ഈ നാടകമെന്ന് ഇറാൻ ചോദിക്കുന്നു. വെള്ളിയാഴ്ച ഇറാനിൽ തകർന്നു വീണ F-15 ഈ വിമാനത്തിലെ രണ്ടാമത്തെ വൈമാനികനെ അതിസാഹസികമായ തിരച്ചിലിലൂടെയും രക്ഷാപ്രവർത്തനത്തിലൂടെയും അമേരിക്ക വീണ്ടെടുത്തുവെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ പുതിയ ആരോപണം. ഏറെ ദുഷ്കരമായ ദൗത്യത്തിലൂടെ ഓഫീസറെ രക്ഷിച്ചുവെന്ന് US പറയുന്നു. GPS ട്രാക്കറും ബീക്കണും വഴി ഒളിസ്ഥലം US സംഘത്തെ വൈമാനികൻ അറിയിച്ചു. സ്വന്തം സൈനിക വിമാനം പോലും അമേരിക്ക ബോംബ് വെച്ച് തകർത്തിരുന്നു. സമീപകാലത്ത് US സൈന്യം നടത്തിയ ഏറ്റവും ധീരമായ രക്ഷാപ്രവർത്തനമെന്നാണ് ഇതിനെ US പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത്. യുദ്ധവിമാനം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ വിലയേറിയ ജീവൻ രക്ഷിക്കുന്നതിനും സൈനിക രഹസ്യം സംരക്ഷിക്കുന്നതിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകിയത് എന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഇത് വെറുമൊരു പുകമറ മാത്രമായിരുന്നു എന്ന ഇറാൻ ആരോപണം മറുവശത്ത്. വൈമാനികരെ രക്ഷിക്കാൻ എന്ന പേരിൽ US നടത്തിയ ദൗത്യം യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം കടത്താനുള്ള രഹസ്യ നീക്കമായിരുന്നു. ഇറാനിലെ കൊഗുലേയ ബൊയോറോമദ് പ്രവിശ്യയിലെ മലനിരകളിലാണ് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം ഇറാൻ സൈന്യമായ IRGC വെടിവെച്ചിട്ടത്. ഏകദേശം 440 മുതൽ 970 പൗണ്ട് വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇറാന്റെ പക്കലുണ്ട്. ഇസ്ഫഹാനിലെ ആണവ നിലയത്തിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈക്കലാക്കുകയായിരുന്നു അമേരിക്കൻ സേനയുടെ ലക്ഷ്യം. അമേരിക്ക തങ്ങളുടെ ആണവ ആസ്തികളെ ലക്ഷ്യം വെക്കുന്നുവെന്ന് ഇറാൻ പറയുന്നു. ചുരുക്കത്തിൽ അതിസങ്കീർണമാണ് മേഖലയിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ. ഏറ്റവും ശക്തമായ ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ തങ്ങളുടെ ജോലി തുടങ്ങിവെച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.